അങ്ങനെ നമ്മുടെ സുധീഷ് വിഷമിച്ച് വരുന്ന സമയത്ത് ഇവനെ കാത്തിരിക്കാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നല്ല ചിരിച്ച് കളിച്ച് വർത്തമാനം പറയണ കാണുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. അവൻ ആരും ഓർക്കണില്ല, സ്വന്തം ഭാര്യ പോലും ഓർക്കണില്ല, നിധി പോലും ആലോചിക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും നേരെ ചെല്ലുന്നത് സുധീഷ് ബാറിലേക്കാണ്. ബാറിൽ ഇരുന്ന് കുടിക്കുന്ന സമയത്ത് അവിടേക്ക് തോമസ് ഏട്ടനും വരുന്നുണ്ട്, അയാളുടെ സുധീഷിൻ്റെ ഓണറും വരുന്നുണ്ട്. എന്നിട്ട് സുധീഷ് ഓണറോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വിഷമം തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്നത് അങ്ങോട്ട് തോമസ് ഏട്ടാ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എന്നെ ആർക്കും വിലയില്ല, ഈ നാട്ടിൽ ആർക്കും വിലയില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ തോമസ് ഏട്ടൻ പറഞ്ഞു, എന്താ എൻ്റെ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുധീഷ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട. അവനും നിധിക്കും സംഭവിച്ചത് ശരിക്കുള്ള കല്യാണമല്ല, എന്താ സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുക്കേണ്ട. അപ്പോൾ തോമസ് ഏട്ടൻ അതൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ഫുള്ളായിട്ട് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാസ്കരൻ സുധീഷിനോട് ചോദിക്കണം, നീ എന്തിനാ ഇപ്പോൾ കുടിച്ച് വന്നെന്ന് ചോദിക്കണം. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഭാസ്കരനോട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം തന്നെയല്ലേ മോളെ നോക്കണേ, നീ ഇങ്ങനെ കുടിച്ച് വരുന്നതും നീ നശിക്കണതും ഒന്നും എനിക്കും ബാധിക്കണതല്ല, നീ സുഖമായി കഴിയണം, അവളുടെ അപ്പോൾ സുഖമായി കഴിയണം എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറയും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഭാസ്കരൻ്റെ ഓരോ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ സുധീഷ് നേരെ നിധിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നിധിയുടെ റൂമിലേക്ക് പോയിട്ട് നിധിയുടെ കടന്നിട്ട് നിധി ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ പെട്ടെന്ന് നീക്കുമ്പോൾ സുധീഷിനെ കാണുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട്. അവൾക്ക് വേഗം കരഞ്ഞ് വിളിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്നൊക്കെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഓടി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, സുധീഷ് ഉള്ളിൽ പൂട്ടിയിട്ടുണ്ടാവും. എന്തായാലും നിധി നമ്മുടെ സുധീഷിനെ തട്ടി മാറ്റിയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.